ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. പ്രഗ്നൻസി എഡീഷൻ ആണ് കേട്ടോ. ഈ ഒരു സമയത്തുള്ള എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ ഒരു 8-8:30 ആകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാറ്. എഴുന്നേറ്റ ഉടനെ നേരെ എൻ്റെ കെട്ടിയെന്ന് വിളിക്കും, ഒന്നില്ലെങ്കിൽ ആൾ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ജസ്റ്റ് ഹായ് ബൈ ഗുഡ് ബൈ അത്രേ ഉള്ളൂ. അത്ര വർത്താനമൊക്കെ പറഞ്ഞ് നേരെ ഫോണും വെച്ച് പയ്യെ ലൈറ്റ് ഓൺ ആക്കി ഞാൻ ഇങ്ങനെ എഴുന്നേക്കും. ഇത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ടൈം ആട്ടോ. പയ്യെ ഞാനിങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര ശ്രദ്ധാപൂർവമാണല്ലോ നമ്മളെല്ലാ കാര്യം ചെയ്യാറ്. നേരെ മുടിയൊക്കെ ഒന്ന് മേലെ തൂത്തുവാരി കെട്ടും. ഞാനിപ്പോൾ ഭയങ്കര മടിച്ചാണ്. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് വന്നേക്കണ ഏറ്റവും വലിയൊരു ചേഞ്ചാണ് മടി. എൻ്റെ ദൈവമേ, എനിക്കൊണ്ട് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും മടിയിലാണ് ഞാനിങ്ങനെ ജീവിച്ചിപ്പോൾ വരുന്നത് കേട്ടോ. അങ്ങനെ പയ്യെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓക്കെ എഴുന്നേക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പയ്യെ വേഗം എഴുന്നേറ്റ് ഞാൻ ഉടനെ ചെയ്യണത് കുളിക്കും. ഞാനിപ്പോൾ കുളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ അന്നത്തെ ദിവസം കുളിക്കേയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ കുളിക്കുന്നത് ഭയങ്കര കാര്യമായി ശീലമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ കുളിക്കാൻ പോയില്ലെങ്കിൽ അതോടെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടിട്ട് ഞാൻ ഡെയിലി രാവിലെ എഴുന്നേറ്റ് പാട് കുളിക്കും, വേറൊന്നും ഞാൻ ചിന്തിക്കില്ല. കുളിച്ച് കഴിഞ്ഞ് വന്നാൽ വലിയ കാര്യമായ സ്കിൻ കെയർ ഒന്നും ഇല്ല, വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്യും, ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യും, സിന്ദൂരം തൊടും. ഇതൊക്കെ ഞാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പരിപാടിയായിട്ട് ഒരു പൊട്ടൊക്കെ തൊടും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ കുറേ നാൾ കുത്തിരിക്കുകയുള്ളൂ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു രസമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നേരെ ഞാൻ പോകുന്ന അടുക്കളയിലേക്കാണല്ലോ. എന്താണ് നമുക്കറിയാലോ, വിശപ്പ്. രാവിലെ എഴുന്നേറ്റാൽ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ വിശക്കും. ഞാൻ രാവിലെ വെറും വയറ്റിൽ നമ്മുടെ തലേ ദിവസം മുന്തിരി വെള്ളത്തിട്ടിട്ട് കഴിക്കും. അതാണ് ഞാൻ രാവിലെ കഴിക്കുക കേട്ടോ. ഞാൻ കഴിക്കുന്ന ഫുഡ് 95% ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമാണ് കഴിക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും കഴിക്കണ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് കഴിക്കാമോ, ഇത് പ്രഗ്നൻസി കഴിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. അത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഓരോന്ന് ചോദിക്കും, ഇന്നത് കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചു ഡോക്ടർ എല്ലാത്തിനും ഓക്കെ പറഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ കഴിക്കണം കേട്ടോ. ഈ രാവിലെ ഈ സാധനം കഴിക്കാൻ എനിക്ക് പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് കഴിക്കണം. അങ്ങനെ എല്ലാവരും കണ്ടൊക്കെ വേണം കഴിക്കാൻ. പേടിക്കണ്ട, ഞാൻ ഡ്രസ്സൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു, എനിക്ക് ഒട്ടും ഇരുന്നിട്ട് കംഫർട്ടബിൾ ആയില്ല. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങണം മുറ്റടിക്കാനായിട്ടോ. എനിക്കിവിടെ ഇപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സസൈസ് ചെയ്തോട്ടെ, അത് ചെയ്തോട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇപ്പോൾ നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ നടന്നാൽ മാത്രം മതി. ഒരു 7 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് പണിയെടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പണിയില്ല, അല്ലെങ്കിൽ എനിക്കിവിടെ വലിയ പണിയൊന്നുമില്ല. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് നേരെ അകത്തേക്ക് കയറിയപ്പോൾ വരുന്നു അമ്മ അടിച്ചു വരാനായിട്ട് എഴുന്നേറ്റ് വന്നിട്ട്. അപ്പം അമ്മ ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കാം. ഞാൻ അമ്മയുടെ ചൂല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ചിലപ്പോൾ അമ്മയായിരിക്കും അടിച്ചു വരാം, ചിലപ്പോൾ ഞാനായിരിക്കും. എനിക്ക് ഏറ്റവും മെയിനായിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഈ ജനലകളൊക്കെ തുറന്നിടണം. ശുദ്ധമായി വീടിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മയുടെ കയ്യിലെ സാധനം കണ്ടോ, ഈ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം ഓർഡർ ചെയ്യുമ്പോൾ കിട്ടില്ലേ, ഈ റാപ്പ് ചെയ്തിട്ട് വരുന്നത്, ഈ ബബിൾ റാപ്പ്, അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വിളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു പോയി ഭക്ഷണം എടുത്തോണ്ട് വാ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെ ഓടിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്നു. എനിക്കിനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഉടനെ റൂം ക്ലീൻ ആക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, ശീലങ്ങളൊക്കെ പയ്യെ മാറി വരികയാണ്. ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് നമ്മുടെ പ്രഗ്നൻസി പില്ലാട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റും ബെഡും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതൊക്കെ കുറച്ച് ക്ലീൻ ആയിട്ടിരുന്നാലേ പിന്നെ പുറത്തുപോയി റൂമിലേക്ക് വരുമ്പോൾ ഒരു ആക്റ്റീവ് ഫീൽ ഉണ്ടാവുള്ളൂ. ഒന്നാമത് ഞാനിപ്പോൾ ഭയങ്കര മടിച്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ റൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം നോക്കിയേ വേണ്ട. അന്നത്തെ ദിവസം ഞാൻ എവിടെയെങ്കിലും ചുരുട്ടി കറക്കുക ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെ ഭയങ്കര മടി ഫീൽ ചെയ്തിട്ടുണ്ട്, ലേസിനെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഇതെനിക്ക് മാത്രമുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ആക്റ്റീവ് ആവാനൊക്കെ ശ്രമിക്കും, എന്നാലും എനിക്ക് മടിയാണ്. ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തായാലും നിങ്ങൾ പറയണേ, എന്നാലും എനിക്കൊരു മനസ്സമ്മതം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. എത്ര വയ്യെങ്കിലും എനിക്ക് എൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്ന് എന്താണ് നമുക്ക് രാവിലെ മാമുണ്ണാൻ എന്ന് നോക്കാനാണ്. അപ്പോൾ ഇന്ന് അമ്മ ചിക്കൻ കറിയും പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇതൊക്കെ സെറ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാനത് തുറക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അമ്മേനോട് തുറന്നു തരാൻ പറയാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ ഭയങ്കര അടിച്ചു വരലാണ്. എന്നാൽ കുറച്ച് നേരം ശ്രീദേവിയായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. രാവിലെ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും വിളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു വന്നപ്പോൾ അമ്മ ഇതെന്താ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഞാൻ മോർണിംഗ് റൊട്ടീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അടിച്ചൊക്കെ വാരി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഓരോരുത്തർ വരിക. നമ്മളിങ്ങനെ ഒരു പറമ്പിൽ
പറമ്പിൽ കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിക്കണത്. എല്ലാം നമ്മുടെ റിലേറ്റീവ്സ് ആട്ടോ. അങ്ങനെ സൗമ്യ ചേച്ചി എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ കാണിച്ചു തരാട്ടോ. ദേ ഈ മഞ്ഞിട്ടിരിക്കലാണ് സൗമ്യ ചേച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ചേച്ചിയാണ് വൈഫാണ് സൗമ്യ ചേച്ചിയുടെ തല്ലിക്കലും. അങ്ങനെ തിരിച്ച് ഞാൻ വന്ന് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് TV കണ്ടിട്ടാണ് കേട്ടോ. ഒട്ടും നല്ല ഹാബിറ്റ്സ് അല്ല, പക്ഷെ അതൊരു രസമാണ്. ഞങ്ങളിങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും സോഫയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിച്ച് TV ഒക്കെ കണ്ട് എപ്പോഴും കാണുക പഴയ സിനിമകളൊക്കെയാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയതല്ല, നമ്മുടെ ജയറാമിൻ്റെയൊക്കെ ഫാമിലി മൂവീസ്, അങ്ങനെ പഴയ ഫാമിലി മൂവീസൊക്കെയാണ് ഞാനും അമ്മയും കൂടി ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കാണും, എന്നിട്ട് പിന്നെ പോസ്റ്റ് ചെയ്തിട്ട് ഉച്ചക്കാര്യം കാണാം. നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണാറുണ്ടോ? കാണുകയാണെങ്കിൽ ഇതുപോലെ പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇപ്പോഴും അങ്ങനത്തെ കാണാൻ ഇഷ്ടമാണോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ട് ചില്ല് ചെയ്തതിന് ശേഷം നേരെ ഞാൻ റൂമിലേക്ക് വരും. ഇനി നമുക്ക് കുറച്ച് നേരം പണിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പൈസ കിട്ടുക? അതുകൊണ്ട് ഞാൻ നേരെ വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതും ഇൻവോയ്സും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് ടൈം ഇപ്പോഴത്തേന്ന് കണ്ടോ. ഒരുപാട് പേര് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഇടുവോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ, അതൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ എൻ്റെ സുന്ദര ഭർത്താവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു സംസാരിച്ചിരിക്കുന്നതോടുകൂടി എൻ്റെ മോർണിംഗ് റൊട്ടീൻ കഴിയും. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറയൂ ചമ്മ, ബൈ.